JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ കറുത്തവാവിനിടുന്ന വാവ് ബലിയെ സംബന്ധിച്ച് ചില സംശയങ്ങൾ എന്നോട് ചോദിച്ചു. അതായത് ഈ കറുത്തവാവ് ദിവസം വളരെ ആർഭാടപൂർവ്വം എല്ലാവരുടെ രീതിയിൽ ബലിതർപ്പണം ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നവരും, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഓരോ വീട്ടുകാർ ചിലർ വീട്ടിൽ ബലിയിടുന്നു. ഇന്നത്തെ കാലത്ത് കൂടുതലും ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോ പോയി ബലിയിടുന്നവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളവർ തമ്മിൽ ചില സംശയങ്ങൾ, അപ്പോൾ ഇവർ കൂടിച്ചേർന്നായിരിക്കുമല്ലോ, ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ എവിടെയെങ്കിലുമൊക്കെ ദൂരെ പോയി ബലിയിടുന്നവർ. അപ്പോൾ അങ്ങനെ ചിലർ പറയുന്നു ബുധനാഴ്ച 3-ാം തീയതി നല്ല ദിവസമാണെന്ന്, ചിലർ പറയുന്നു 4-ാം തീയതി നല്ല ദിവസമാണെന്ന്. ഇതിനിടയ്ക്ക് മറ്റു ചിലർ പറയുന്നു ഈ 2 ദിവസവും 3-ാം തീയതി നല്ലതാണ്, 4-ാം തീയതി നല്ലതാണ്. അപ്പോൾ ഇതിലേതാണ് ശരി, ഏത് ദിവസമാണ് കുറേ കൂടി മെച്ചം എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്നോട് ചോദിച്ചത്. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പിതൃക്കൾ എന്ന് പറയുന്നത് അവരെ സൂചിപ്പിക്കുന്ന തിഥിയാണ്. അപ്പോൾ പിതൃക്കളെ സൂചിപ്പിക്കുന്ന തിഥി എന്ന് പറയുന്നത് കറുത്തവാവ് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ കറുത്തവാവ് ദിവസം പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് ബലിയിടുക എന്ന് പറയുന്നത്, ബലിതർപ്പണം അല്ലെങ്കിൽ വാവ് ബലി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് സാധാരണ പണ്ടത്തെ കാലത്ത് തുലാമാസത്തിലും കുംഭമാസത്തിലും കർക്കിടക മാസത്തിലും വർഷത്തിൽ 3 പ്രാവശ്യം ബലിയിടുന്ന ഒരു ആചാരം പണ്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ലോപിച്ച് ഇപ്പോൾ കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസം ഉള്ള ആ ഒരു കർക്കിടക ബലി അതിപ്പോൾ വളരെ പ്രചാരത്തിൽ വരികയും അത് ഒരുമാതിരിപ്പെട്ടവരൊക്കെ വീട്ടിൽ ഇടുന്ന പരിപാടി അങ്ങ് നിർത്തി ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ അതിന് പ്രത്യേകമായി തയ്യാറാക്കുന്ന ചില സ്ഥലങ്ങളിലോ പോയി ബലി അർപ്പിക്കുന്ന ഒരു രീതി ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദിവസം നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കറുത്തവാവ് ദിവസം ആയിരിക്കണം എന്നുള്ളതും കറുത്തവാവ് നിലനിൽക്കുന്ന സമയത്താണ് ബലിയിടുന്നത് എന്നുള്ളതും വ്യത്യാസമൊന്നുമില്ല. പിന്നെ എപ്പോഴാണ് ബലി തുടങ്ങേണ്ടത് അല്ലെങ്കിൽ വാവ് തുടങ്ങുന്നത് എന്നുള്ളതിലാണ് സംശയം. ഇപ്പോൾ 3-ാം തീയതി ശനിയാഴ്ച ചതുർദശിയാണ്, ഏതാണ്ട് വൈകിട്ട് 4 മണി വരെ. അപ്പോൾ 4 മണിക്ക് ശേഷമേ കറുത്തവാവ് ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ആഗസ്റ്റ് 3 ശനിയാഴ്ച നിങ്ങൾ 4 മണി കഴിഞ്ഞിട്ട് ബലിയിട്ടാൽ മതി എന്ന് പറയുന്നതും ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഞായറാഴ്ച ദിവസമാണെങ്കിൽ 4-ാം തീയതി ഉള്ള കാര്യമാണെങ്കിൽ അന്ന് വൈകിട്ട് ഏതാണ്ട് 4:45 വരെ വാവ് ദിവസമാണ്, വാവ് നിലനിൽക്കുന്നുണ്ട്, കറുത്തവാവ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4:45 വരെ ഞായറാഴ്ച ദിവസം അതിരാവിലെ വെളുപ്പിന് മുതൽ ഏത് സമയത്ത് വേണമെങ്കിലും അത്രയും സമയം ബലിയിടുന്നത് കറക്റ്റ് കറുത്തവാവ് തന്നെ വരുന്ന സമയത്താണ്. ഇതിലേതാണ് മെച്ചം ഏതാണ് മോശം എന്ന് ചോദിച്ചാൽ, ഇപ്പം ശനിയാഴ്ച ഒരു ബലിയിട്ട് പോയി എന്നതുകൊണ്ട് ലോകം അവസാനിക്കത്തൊന്നുമില്ല. എങ്കിലും നമ്മുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒരു പ്രധാന ഘടകമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് എൻ്റെ അഭിപ്രായം പറയാനാണെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. പിതൃകാരകൻ എന്ന് പറയുന്നത് സൂര്യനാണ്, മാതൃകാരകൻ ചന്ദ്രൻ. ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം അറിയാവുന്നവർക്കും മൊത്തത്തിൽ അറിയാവുന്ന കാര്യമാണ്. സൂര്യൻ രാജാവും അച്ഛനും ആണ്, അതുപോലെ തന്നെ പിതൃകാരകനുമാണ്, പിതൃക്കളെയും സൂചിപ്പിക്കുന്നതാണ്. ഈ തിലഹവനം ഒക്കെ ചെയ്യുമ്പോൾ അതിന് സായുജ്യം വരുത്തുക എന്നൊക്കെ പറയുന്ന സമ്പ്രദായം പകൽ ചെയ്യണം എന്നുള്ള ഒരു പ്രത്യേകതയും അതിനുണ്ട്, അതായത് സൂര്യപ്രകാശം ഉള്ളപ്പോൾ. എന്നാൽ പിതൃക്കളെ ആവാഹിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രാത്രിയിലാണ് ചെയ്യുന്നത്. കാരണം പിതൃക്കളുടെ സമയം രാത്രിയാണ്. അത് ഏറ്റവും പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അവരെ സ്വാധീനിക്കാൻ കഴിയുന്നതും കറുത്തവാവ് ദിവസവുമാണ്. അതുകൊണ്ടാണ് കറുത്തവാവിന് ബലിയിടണം എന്ന് പറഞ്ഞത്. അപ്പം ഞായറാഴ്ച ദിവസവും കറുത്തവാവും വരുന്ന അതുകൊണ്ട് തന്നെയാണ് ഈ 4-ാം തീയതി ഞായറാഴ്ചയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത്. കാരണം ഞായറാഴ്ചയുടെ അധിപൻ സൂര്യനാണ്, സൺഡേ. അപ്പോൾ സൂര്യനാണ് അന്നത്തെ ദിവസത്തെ ആ ദിവസത്തിൻ്റെ പ്രധാനം അല്ലെങ്കിൽ പ്രധാനി എന്ന് പറയുന്നത്, ചുമതലക്കാരൻ സൂര്യനാണ്. അതുപോലെ തന്നെ കറുത്തവാവാണ് അന്ന് പകൽ ഏതാണ്ട് വൈകിട്ട് 4:45 വരെ. അപ്പം നിങ്ങൾ രാത്രിയിൽ വെളുപ്പിന് 2 മണിക്കായാലും 3 മണിക്കായാലും 5 മണിക്കായാലും 6 മണിക്കായാലും പുലർച്ചയ്ക്ക് ശേഷമായാലും കറുത്തവാവാണ്. അപ്പം ജ്യോതിഷപ്രകാരമുള്ള ഒരു കാര്യം, ആഴ്ചയിൽ വരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ സൂര്യോദയം മുതൽ
അടുത്ത സൂര്യോദയം വരെയുള്ളതാണ് ദിവസമായി കണക്കാക്കുന്നത്. പക്ഷേ നമ്മുടെ ലോകം മൊത്തത്തിലുള്ള ഒരു ദിവസം കണക്കാക്കുന്നത് രാത്രി 12 മണി എന്ന നിലയിലാണ്. അപ്പോൾ സൂര്യോദയം അല്ലെങ്കിൽ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം മുതൽ വൈകിട്ട് 4:45 വരെ ഉള്ള സമയത്ത് ബലിയിടുമ്പോൾ സൂര്യൻ്റെ ഒരു സാന്നിധ്യവും കൂടി ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് മുമ്പ് ബലിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഞായറാഴ്ച ദിവസം തന്നെ ബലിയിടുന്നതാണ് ശനിയാഴ്ചയേക്കാൾ കുറച്ചുകൂടി മെച്ചമായിട്ടുള്ളത്. ഇനി ശനിയാഴ്ച ബലിയിട്ടുപോയി എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഞായറാഴ്ച ഇടാൻ ഒരു തരത്തിലും സാധിക്കാത്തവർക്കും ഒരു തരത്തിലും പറ്റാത്തവർ ശനിയാഴ്ച ബലിയിടുന്നത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എങ്കിലും ഞായറാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം. നന്ദി, നമസ്കാരം.